അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു സംഖ്യയുടെ 5 മടങ്ങ് ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് തുല്യമാണെങ്കിൽ സംഖ്യ ഏത്? എന്താണ് ചോദിച്ചിരിക്കുന്നത്? നമുക്കൊരു സംഖ്യയുണ്ട്. ആ സംഖ്യയുടെ 5 മടങ്ങ് എന്ന് പറയുന്നത് ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് തുല്യമാണെങ്കിൽ സംഖ്യ എന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഒരു സംഖ്യ. ആ സംഖ്യയെ നമ്മൾ എന്തെന്ന് വിളിക്കണം? എക്സ് എന്ന് വിളിക്കണം. അപ്പോൾ സംഖ്യനെ നമ്മൾ എക്സ് എന്ന് വിളിച്ചെന്നിരിക്കട്ടെ. ഇനി ആ സംഖ്യയുടെ 5 മടങ്ങ് എന്ന് പറയുന്നത് എന്താണ്? ആ എക്സിൻ്റെ 5 മടങ്ങ് വെച്ചാൽ 5x. 5x എന്താണ് പറഞ്ഞിരിക്കുന്നത്? ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് തുല്യമാണ്. അതായത് ആ സംഖ്യയേക്കാൾ 4 കൂടുതൽ വെച്ചാൽ എത്ര വരും? എക്സ് പ്ലസ് 4 വരും. അതിൻ്റെ 3 മടങ്ങെന്ന് പറയുമ്പോൾ 3x + 4 എന്ന് പറഞ്ഞ് വരും. അത്ര എഴുതിയാൽ മനസ്സിലായോ? എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സംഖ്യയുടെ 5 മടങ്ങ് ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് തുല്യമാണെങ്കിൽ സംഖ്യ എന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ്? 5x = 3x + 4 എന്ന് നമുക്ക് എഴുതുവാൻ സാധിക്കും. ഇനി എന്ത് ചെയ്യണം? നമുക്ക് കോൺസ്റ്റൻസിനെ സെപ്പറേറ്റ് ചെയ്യണം, വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ നോക്കിയേ, 5x = 3 × x എത്രയാണ്? 3x + 3 × 4 എത്രയാണ്? 12 വരും. 5x = 3x + 12. ഇനി എന്താണ് ചെയ്യേണ്ടത്? എക്സിൻ്റെ സൈഡ് ഒരുമിച്ചാക്കുക, നമ്മുടെ നോർമലായിട്ടുള്ള സംഖ്യകളുടെ സ്ഥാനം ഒരുമിച്ചാക്കുക. അപ്പോൾ 5x - 3x. എന്തുകൊണ്ട് -3x ആയി? ഈ 3x നമ്മൾ ഈക്വൽ സൈന് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. ഈക്വൽ സൈൻ ഇപ്പറേ പ്ലസ് സൈനാണ് നമ്മുടെ 3x ഉണ്ടായിരുന്നത്. അത് ഈക്വൽ സൈൻ ഇപ്പറേ വരുമ്പം മൈനസ് ആവും. അതുകൊണ്ടാണ് 5x - 3x = 12 എന്ന് പറയാൻ പറ്റും. ഇനി 5xൽ നിന്നും 3x പോയാൽ എത്രയാണ്? 2x അല്ലേ? 2x = 12 വരും. സോ എക്സിൻ്റെ വാല്യൂ തന്നെ വരും 12/2. എത്ര കിട്ടും? 6 കിട്ടും. അപ്പോൾ നമ്മുടെ എക്സിൻ്റെ വാല്യൂ എത്രയാണ്? 6. മനസ്സിലായോ പറഞ്ഞത്? ഓർത്തിരിക്കണം. 2x = 12. സോ എക്സിൻ്റെ വാല്യൂ 2 ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ്. മൾട്ടിപ്ലിക്കേഷൻ ഇക്വേഷൻ്റെ അപ്പുറം ആരായിട്ട് മാറും? ഡിവിഷനായിട്ട് മാറും. അപ്പോൾ 12/2 എത്രയാണ്? 12/2 എന്ന് പറഞ്ഞാൽ 6 ആണ്. ഇനി ശരിയാണോ നോക്കണ്ടേ? നമ്മളോട് എന്താ വഹിക്കുന്നത്? ഒരു സംഖ്യയുണ്ട്. ആ സംഖ്യയുടെ 5 മടങ്ങെന്ന് പറയുന്നത് എന്താണ്? ആ സംഖ്യയേക്കാൾ 4 കൂടുതലായ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിന് തുല്യമാണെന്നാണ് വഹിക്കുന്നത്. അപ്പോൾ നോക്കി, നമ്മുടെ സംഖ്യ എടുത്ത് നമ്മൾ 6 എന്നാണ്. അപ്പോൾ 6 × 5 = എന്താണ്? 6 + 4 × 3 ചെയ്ത് നോക്കണം. അപ്പോൾ 6 × 5 30 30 = 6 × 4 10 × പുറത്തെ 3 5×3 എത്രയാണ്? 30. സോ 30 = 30 എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടും. ആൻസർ കിട്ടിയില്ലേ? സോ ആൻസർ = 6. 6 നമ്മുടെ ഇവിടെ ആൻസറായിട്ട് വരേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവപ്പും നീലയും കലർത്തിയ പെയിൻറ്റ് കൂട്ടിൽ അവയുടെ അംശബന്ധം 4:3 ആണ്. 4:3 ആണ്. ഇത് 4:1 ആക്കണമെങ്കിൽ ചുവപ്പ് പെയിൻറ്റിൻ്റെ അളവ് എത്രമാത്രം ചേർക്കണം? എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമുക്ക് ചുവപ്പും നീലയും കലർത്തിയ ഒരു പെയിൻറ്റ് കൂട്ടമുണ്ട്. അതിൽ ചുവപ്പിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 4 ആണ്. അതുപോലെ തന്നെ നീലയുടെ അളവെന്ന് പറഞ്ഞാൽ 3 ആണ്. സോ നമുക്ക് 4:3 അല്ലെങ്കിൽ 4/5 എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എത്രയാക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്? 4:1 ആക്കണം. അതായത് ചുവപ്പിൻ്റെ അളവ് 4 നീലയുടെ അളവ് 1 ആക്കണമെങ്കിൽ ചുവപ്പ് പെയിൻറ്റിൻ്റെ അളവ് എത്ര മാത്രം ചേർക്കണം എന്ന് ചോദിച്ചിരിക്കുന്നത്. അതെത്രയാണ്? 4 മടങ്ങാണോ, 3 മടങ്ങാണോ, 2 മടങ്ങാണോ, 1 മടങ്ങാണോ ചേർക്കേണ്ടത്? എങ്ങനെ കണ്ടുപിടിക്കും? നമുക്കറിയാൻ പറ്റും. എന്താണ്? A/B എന്ന അംശബന്ധം നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? അംശബന്ധത്തെ നമുക്ക് A/B എന്ന് എഴുതാം അല്ലേ? A/B എന്ന് എഴുതാം. കാരണം 1/2 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? 1:2 എന്ന് എഴുതാം. 3/2 എന്ന് പറഞ്ഞാൽ നമുക്ക് 3:2 എന്ന് എഴുതാം.
5/6 എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം 5:6 എന്ന് എഴുതാം. അപ്പോൾ A/B എന്ന അംശബന്ധത്തെ നമുക്ക് എന്താണ് A:B എന്ന് പറഞ്ഞ ആ അംശബന്ധത്തിൽ എഴുതുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവിടെ എത്രയാണ് ഇരിക്കുന്നത് 4/3 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും 4:3 നമുക്ക് എങ്ങനെ എഴുതാം 4/3 എന്ന് വേണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വേണമെങ്കിൽ എഴുതി വെക്കാം അല്ലേ. അപ്പോൾ ഓർത്തിരിക്കണം A/B എന്ന് പറഞ്ഞ അംശബന്ധത്തെ നമുക്ക് എങ്ങനെ എഴുതാം A/B എന്ന് പറഞ്ഞ അംശബന്ധത്തെ നമുക്ക് A:B എന്ന് പറഞ്ഞ രീതിയിൽ എഴുതാം. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് എന്താണ് അംശബന്ധം തന്നിരിക്കുന്നത് 4:3 ആണ് അല്ലേ. അപ്പോൾ 4:3 നമുക്ക് എങ്ങനെ എഴുതി വെക്കാം 4/3 എന്ന് വേണമെങ്കിൽ എഴുതാം അല്ലേ. 4/3 എന്ന് പറഞ്ഞാൽ എഴുതാം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് നീലയുടെ അളവ് 3ഉം ചുവപ്പിൻ്റെ അളവ് 4ഉമാണ്. ഇനി നമുക്ക് നീലയുടെ അളവ് 1 അപ്പോൾ ചുവപ്പിൻ്റെ അളവ് എത്ര മാത്രം ചേർക്കണമെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ചേർക്കേണ്ട പെയിൻറ്റിൻ്റെ അളവ് നമ്മൾ എക്സ് എന്നെടുക്കുക. ചേർക്കേണ്ട പെയിൻറ്റിൻ്റെ അളവ് എക്സ് എന്നെടുക്കുക. എഴുതി തരാം. ചേർക്കേണ്ട എന്താണ് പെയിൻറ്റിൻ്റെ അളവ് ഈസിക്കൽ ടു എക്സ്. ഈ സൂത്ത് കളയുവാണേ. ഓക്കെ, ചേർക്കേണ്ട പെയിൻറ്റിൻ്റെ അളവ് ഈസിക്കൽ ടു എക്സ്, അല്ലെങ്കിൽ ഇങ്ങനെ പറയാം എക്സ് അളവ് ചുവപ്പ് പെയിൻറ്റ് ചേർത്താൽ എക്സ് അളവ് ചുവപ്പ് പെയിൻറ്റ് ചേർത്താൽ ലഭിക്കുന്ന അംശബന്ധം എന്താവും? ലഭിക്കുന്ന അംശബന്ധം എന്ന് പറയുന്നത് 4:1 ആണെന്നിരിക്കട്ടെ. ഈ തന്നിരിക്കുന്ന 4:1 ആണെന്നിരിക്കട്ടെ. അങ്ങനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും 4+x/3 = 4/1 അല്ലേ. അതായത് 4/1 ആകണമെങ്കിൽ 4+x, x ആണ് നമ്മൾ ചുവപ്പ് പെയിൻറ്റിൻ്റെ പുതിയതായിട്ടുള്ള അളവ് ചേർക്കുന്നത്. അപ്പം എക്സ് അളവ് ചുവപ്പ് പെയിൻറ്റിൻ്റെ അളവ് ചേർത്താൽ ലഭിക്കുന്ന അംശബന്ധം എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ 4/3 ഓൾറെഡി നമുക്ക് 4:3 ഉണ്ട്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും A/B നമുക്ക് വേണമെങ്കിൽ A:B എന്ന് പറഞ്ഞ് എഴുതാം. അപ്പം 4/3 നമുക്ക് 4:3 എന്ന് പറഞ്ഞ് എഴുതാം. അങ്ങനെ വന്നാൽ എക്സ് അളവ് ചേർക്കുമ്പോൾ 4+x/3 = 4/1 എന്ന് പറഞ്ഞ് എഴുതാം. അങ്ങനെയാണ് ഇനി ഒന്ന് ജസ്റ്റ് നമ്മൾ ചെയ്യുന്ന പോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയേ. എങ്ങനെ ചെയ്യും? 4+x അല്ലേ, 4+x = എന്താ ഉള്ളത് 4×3 ഉണ്ടോ, 4×3. അപ്പോൾ അതിന് വരും 4+x = 4+x തന്നെ. 4×t എന്താണ് 12 വരും. 4×3 12 വരും. ഇനി എന്താണ് എക്സിൻ്റെ സൈഡ് ഒരുമിച്ചാക്കണം, വേരിയബിൾസിൻ്റെ സൈഡ് ഒരുമിച്ചാക്കണം, കോൺസ്റ്റൻറ്റിൻ്റെ സൈഡ് ഒരുമിച്ചാക്കണം. അപ്പോൾ x നോക്കിയേ ഈക്വൽസ് തന്നെ പറയാം 12 ഉണ്ട്. ഈ 4 എന്നത് പോസിറ്റീവാണ്. +4 ഈക്വൽസ് തന്നെ പറയുമ്പം -4 ആയിട്ട് മാറും. അപ്പം x = 12 - 4. അപ്പോൾ x എത്രയാണ് 12 - 4 എന്ന് പറയുമ്പം 8 ആണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നേരത്തെ ഉണ്ടായിരുന്ന അളവ് എത്രയാണ് 4 ആണ്. കണ്ടോ 4 ആണ് ഉണ്ടായിരുന്നത്. 4ൻ്റെ എത്ര മടങ്ങാണ് ഇപ്പം കിട്ടിയ 8 എന്ന് പറഞ്ഞാൽ? 4ൻ്റെ എത്ര മടങ്ങാണ് ഇപ്പം 8 എന്ന് പറയുന്നത്? 2 മടങ്ങ്. സോ നമുക്ക് 2 മടങ്ങ് ചുവപ്പ് പെയിൻറ്റ് ചേർത്താൽ നമ്മുടെ അംശബന്ധം എന്തായിട്ട് മാറും? 4:1 എന്ന് പറഞ്ഞ് മാറും. സംഭവം വളരെ സിമ്പിളാണ്. എന്ത് എഴുതിയാൽ മതി? നമുക്ക് 4/3 എന്ന് പറഞ്ഞതിന് നമുക്ക് എങ്ങനെ എഴുതാം? 4:3 എന്ന് എഴുതാം. അത് റൂളാണ് അല്ലേ, നമ്മൾ നോക്കിയതാണ്. അതായത് A/B എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? A:B എന്ന് പറഞ്ഞ് എഴുതാം. അപ്പോൾ 4/3 എന്ന് പറഞ്ഞാൽ നമുക്ക് 4:3 എന്ന് പറഞ്ഞാൽ നമുക്ക് ഓൾറെഡി 4:3 ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ എക്സ് അളവ് പെയിൻറ്റ് നമ്മൾ ചേർക്കുവാണെങ്കിൽ 4+x/3 എങ്ങനെയാവും എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടോ? 4:1 ആകും. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചേർത്ത ചുവപ്പ് പെയിൻറ്റിൻ്റെ എത്ര മടങ്ങാന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ 4+x = 4×3. നമുക്ക് 4+x ഈ 4 ഈക്വൽസ് തന്നെ അപ്പുറേ പോകുമ്പം എന്നായിട്ട് മാറും? -4 ആയിട്ട് മാറും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 12 - 4 കുറയ്ക്കണം 8 കിട്ടും. നമുക്ക് ഓൾറെഡി നമ്മുടെ ചുവപ്പിൻ്റെ വാല്യൂ എത്രയാണുള്ളത്? 4 ആണുള്ളത്. 4 8 ആണെങ്കിൽ ചുവപ്പിൻ്റെ അളവ് എത്ര മടങ്ങ് കൂടി? 2 മടങ്ങ് കൂടി. അല്ലെങ്കിൽ 4ൻ്റെ 2 മടങ്ങല്ലേ 8. അപ്പോൾ എത്ര മടങ്ങ് വേണം? 2 മടങ്ങാണ് ഇവിടെ കൂടേണ്ടതായിട്ടുള്ളത്. സോ ഇവിടെ ഉത്തരം വരേണ്ടത് 2. ഇനിയും താഴെ കൊടുത്തിരിക്കുന്ന 2 നിരകളിൽ നിന്നും ശരിയായത് തിരഞ്ഞെടുക്കുക. അതായത് താഴെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ചോദ്യങ്ങളാണ്.
നമ്മൾ ചെയ്ത് നോക്കണം, എങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. എന്താണ് 24 എന്ന സംഖ്യയുടെ പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങളുടെ എണ്ണം. നമുക്കറിയാം 24 എന്ന് പറഞ്ഞാൽ സംഖ്യയുടെ എന്താണ് ഫാക്ടേഴ്സ് നമുക്ക് എടുക്കണം, അല്ലെങ്കിൽ നമുക്ക് ഘടകങ്ങൾ എടുക്കണം. അപ്പോൾ 24ൻ്റെ ഘടകങ്ങൾ ആരൊക്കെയുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി. ആരൊക്കെയുണ്ട്? 1 ഉണ്ട്, 24 അല്ലേ? 1 ഉണ്ട്, 24 പിന്നെ ആരുണ്ട്? നമുക്ക് 12ഉം 2ഉം എടുക്കാം അല്ലേ? 12, 2, 24. പിന്നെ എത്രയുണ്ട്? 6, 4, 24 അല്ലേ? 6 ഉണ്ട്, 4 ഉണ്ട്. പിന്നെ ഏതെങ്കിലും ഉണ്ടോ 24 ആകുന്നത്? 6 ഉണ്ട്, 4 ഉണ്ട്, ഒരാളുടെ കാണും, ഒരു കൂട്ടരുടെ കാണും. 8, 3, 24 അല്ലേ? സോ 8 ഉണ്ട്, 3 ഉണ്ട്. അപ്പം നോക്കിയേ, ഇതിന് എത്ര ഘടകങ്ങളുണ്ട്? 24 എത്ര ഘടകങ്ങളുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8. സോ 1ൻ്റെ ആൻസർ എത്രയാണ്? 8 വരേണ്ടത്. സോ 8 ഇവിടെ കിടക്കുന്നത് എത്രയാണ്? 1 = P. എന്തോ 1 = P എന്ന് പറഞ്ഞാൽ ഉത്തരം വന്നു. അടുത്ത് നോക്കിയേ, 24 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റിയ സംഖ്യ. ഇവിടെ താഴെയുള്ള സംഖ്യകളാണ് എടുക്കാൻ. 24 കൊണ്ട് പൂർണ്ണമായി ഹരിക്കുവാൻ പറ്റിയ സംഖ്യ എത്രയാണ്? ഇവിടെ നമുക്ക് നോക്കി 384 ഡിവൈഡഡ് ബൈ 24 എന്ന് നോക്കി. ചുമ്മാ നമ്മൾ നോക്കുക, ഓപ്ഷൻ്റെ അകത്ത് വീണ പാടെ അത് കിട്ടും കേട്ടോ. നോക്കി 384 ഡിവൈഡ് ബൈ 24, ഒരു വട്ടം അടങ്ങിയാൽ 24. കുറയ്ക്കുവാണ്, 8ൽ നിന്ന് 4 പോയാൽ 4, 3ൽ നിന്ന് 2 പോയാൽ 1, 4 ഇറക്കി എഴുതണം. എത്ര വരും? 144. 24 എത്ര വട്ടം ഉണ്ട്? 6, 4, 24. സോ 24 ഗുണം 6 ചെയ്ത് നോക്കി. 6, 4, 24. സോ 2, 12, 144 കിട്ടും. അപ്പം 6 വട്ടം അടങ്ങിയാൽ നമുക്ക് 144 കിട്ടും. അപ്പോൾ ഇവിടെ 0, 0. അപ്പോൾ എത്രയാണ്? 24 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റിയ സംഖ്യയാണ് 384. രണ്ടെണ്ണം തന്നെ കിട്ടിയാൽ നമുക്ക് ആൻസറിലേക്ക് വരാൻ പറ്റും. നോക്കി, 1ൻ്റെ നേരെ Pയും 2ൻ്റെ നേരെ Qവും. ഇത് 1ൻ്റെ നേരെ P ഉണ്ട്, 2ൻ്റെ നേരെ Q ഉണ്ട്. വേറെ ഏതൊരു ഓപ്ഷനിൽ അങ്ങനെ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റായിട്ട് ആൻസർ വരേണ്ടത്. ഇനി അതാണെന്ന് എങ്ങനെ ചെക്ക് ചെയ്യും? നോക്കിയേ, 11 കൊണ്ട് പൂർണ്ണമായി ഹരിക്കാൻ പറ്റിയ സംഖ്യ ഏതാണെന്ന് നോക്കിയേ. 11 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റിയ സംഖ്യ നമുക്ക് നോക്കാം. 11 കൊണ്ട് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റിയ സംഖ്യ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഇതിൻ്റെ അകത്ത് വരേണ്ടത്? നമ്മുടെ 9, 8, 8, 5, 9, 2. വേണം ചെയ്ത് നോക്കിയോ. 9, 8, 8, 5, 9, 2 ഡിവൈഡ് ബൈ 11 അല്ലേ? ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ടും ഇവിടെ 0, 0 കിട്ടും. ഇനിയും 1 മുതൽ 25 വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം ഏതൊക്കെയാണ്? 1 മുതൽ 25 വരെയുള്ള അഭാജ്യ സംഖ്യകളുള്ളത് നമുക്കറിയാം. അഭാജ്യ സംഖ്യ എന്ന് വെച്ചാൽ 1ഉം അതേ സംഖ്യയും മാത്രം ഘടകങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ 1 മുതൽ 25 വരെയുള്ള അഭാജ്യ സംഖ്യകൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നതാണ് 2 ഉണ്ട് ആദ്യത്തെ അഭാജ്യ സംഖ്യ, പിന്നെ 3 ഉണ്ട്, പിന്നെ 5 ഉണ്ട്, പിന്നെ 7 ഉണ്ട്, പിന്നെ 11 ഉണ്ട്, പിന്നെ 13 ഉണ്ട്, 17 ഉണ്ട്, പിന്നെ 19 ഉണ്ട്, 23 ഉണ്ട് അല്ലേ? അപ്പോൾ 1 മുതൽ 25 വരെയുള്ള അഭാജ്യ സംഖ്യകളുടെ എണ്ണം എത്രയുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9 എണ്ണം കണ്ടോ. അപ്പം 4 എസിനോടും തുല്യമാണ്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. കിട്ടി. ഇങ്ങനെ ഓരോന്ന് ചെയ്ത് നോക്കണം. മിക്കപ്പോഴും ആദ്യത്തെ 2 തന്നെ കിട്ടുമ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കി ചെയ്യാൻ പറ്റും. ആദ്യത്തെ 1 Pയും 2 Qവും നമുക്ക് കിട്ടി. അപ്പോൾ തന്നെ ആൻസർ കണ്ടോ. അങ്ങനെ ഈക്വലായിട്ട് വരുന്ന വേറെ ആരുമില്ല. അതുകൊണ്ട് തന്നെ അതിലേക്ക് നമുക്ക് അർപ്പിച്ചിട്ട് അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് സിമ്പിളായിട്ട് പോകുവാൻ സാധിക്കും. മനസ്സിലായോ? കണ്ടുപിടിക്കുന്നത് ഓരോന്നും എടുത്ത് ചെയ്ത് നോക്കണേ. നമ്മുടെ വീക്കിലി ക്വസ്റ്റിനകത്ത് വന്നതുമായിരുന്നു. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട് ഈ ക്വസ്റ്റ്യൻ ഇട്ടത്? അപ്പോൾ ഓർത്ത് നോക്കും. പിന്നെ അതുപോലെ തന്നെ ഈ അഭാജ്യ സംഖ്യകളുടെ എണ്ണം അറിയാനായിട്ട് 1 മുതൽ 100 വരെയുള്ള സംഖ്യകളുടെ എണ്ണം അറിയാനായിട്ട് നമ്മളൊരു കോഡ് പഠിച്ചായിരുന്നു. ആ കോഡ് ഓർക്കുന്നുണ്ടോ? എന്തോ ആരെയോ ഏരെയൊക്കെ കാണാൻ പോയപ്പം എന്തൊക്കെയോ പഠിക്കാനൊക്കെ പോയെന്ന് പറഞ്ഞുകൊണ്ട് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഓർമ്മയുണ്ടോ? എസ് ജെ ഇട്ടിട്ടുണ്ട്. എസ് ജെ ഇട്ടത് എന്താണ് 0 മുതൽ 25 വരെ 9 എണ്ണം, അതുപോലെ തന്നെ 25 മുതൽ 50 വരെ 6 എണ്ണം, 50 തൊട്ട് 75 വരെ 6 എണ്ണം, 75 തൊട്ട് 100 വരെ 4 അഭാജ്യ സംഖ്യകളുണ്ടെന്ന് പറഞ്ഞത്. ഞാൻ ചോദിച്ചതല്ല, നമ്മുടെ 1 മുതൽ 100 വരെ എത്ര അഭാജ്യ സംഖ്യകളുണ്ടെന്ന് നമ്മളൊരു കോഡിലൂടെ പഠിച്ചായിരുന്നു. ആ കോഡ് ആരും ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ക്ലൂ തരാം. ആരെയൊക്കെ കാണാൻ പോയപ്പോൾ ആരോ എന്തൊക്കെയോ ചെയ്തു എന്നായിരുന്നു പഠിച്ചത്. ഓർമ്മയുണ്ടത് എന്നതാന്ന്? ഓർമ്മയില്ലേ? നമ്മൾ ABCD എന്നൊക്കെ പറഞ്ഞാൽ ഇട്ടത്. അതിന് മറന്നുപോയോ? മറന്നുപോയി? ആരും ഓർക്കുന്നില്ലേ? ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ, ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറ. അത് ആർക്കും ഓർക്കുന്നില്ല അത്. എന്തേ?
മിണ്ടാതിരിക്കുന്നതാണ് അതറിയാം. നമുക്ക് എന്നാ പറയുന്നത്, നമുക്ക് അറിയാമെങ്കിലും ചിലർ മിണ്ടാതിരിക്കും, അത് അറിയാഞ്ഞിട്ടും ചിലർ മിണ്ടാതിരിക്കും. എന്നാ സംഭവിച്ചേ? അറിയാഞ്ഞിട്ട് മിണ്ടാതിരിക്കുന്നതാണോ? എന്തേ? ആ കോഡ് അറിയാമോ ആർക്കെങ്കിലും? അറിയാവോ? കേട്ടില്ല, ഉറക്കെ പറയാമോ? ആ ആ ആ അത്രേ ഉള്ളൂ. നോക്കി, BBC കാണാൻ പോയപ്പോൾ BBC എന്നെ എടുത്തു, BAക്ക് പഠിക്കാൻ പോയി. അത്രേ ഉള്ളൂ പഠിക്കാൻ. ഓർത്തോണം, DD എന്ന് പറഞ്ഞാൽ നമ്മുടെ ആൽഫബറ്റിലെ ABCയുടെ വാല്യൂ എന്ന് കൊടുത്ത് നോക്കി. എയുടെ വാല്യൂ 1 അല്ലേ, ആൽഫബറ്റിൽ 1ാമത്തെ നമ്പർ. B എന്ന് പറഞ്ഞാൽ ആൽഫബറ്റിൽ 2ാമത്തെ നമ്പർ. C എന്ന് പറഞ്ഞാൽ ആൽഫബറ്റിലെ 3ാമത്തെ നമ്പർ. D എന്ന് പറഞ്ഞാൽ ആൽഫബറ്റിലെ 4ാമത്തെ നമ്പർ. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? DD അതായത് 44 അല്ലേ. BBCA, ബിയുടെ നമ്പർ 2, വീണ്ടും ബിയുടെ നമ്പർ 2. C എന്ന് പറഞ്ഞാൽ 3. BBCയെ കാണാൻ പോയപ്പോൾ BBC എന്നെ എടുത്തു, BBCയുടെ നമ്പർ 223 അല്ലേ. BAക്ക് പഠിക്കാൻ പോയി, അതായത് 21 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് പഠിക്കാൻ പോയി. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് നോക്കി, 1 മുതൽ 10 വരെ എത്ര അഭാജ്യങ്ങളുണ്ട്? 4 എണ്ണം. 11 തൊട്ട് 20 വരെ എത്ര അഭാജ്യങ്ങളുണ്ട്? അടുത്ത 4 എണ്ണം. അടുത്തത് 21 മുതൽ 30 വരെ എത്ര അഭാജ്യങ്ങളുണ്ട്? 2 എണ്ണം. അടുത്തത് നോക്കി, 31 മുതൽ 40 വരെ എത്ര ഉണ്ട്? 4 എണ്ണം. 2 എണ്ണം. 41 മുതൽ 50 വരെ എത്ര ഉണ്ട്? 3 എണ്ണം. അടുത്തത് 51 തൊട്ട് 60 വരെ എത്ര ഉണ്ട്? 2 എണ്ണം. 61 തൊട്ട് 70 വരെ 2 എണ്ണം. 71 തൊട്ട് 80 വരെ 3 എണ്ണം. 81 തൊട്ട് 90 വരെ 2 എണ്ണം. 91 തൊട്ട് 100 വരെ 1 എണ്ണം. കണ്ട് എങ്ങനെ വേണമെങ്കിൽ സിമ്പിളായിട്ട് ആലോചിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഇതിലെങ്ങനെ കണക്ക് കൂട്ടും? 1 മുതൽ 20 വരെ നമുക്ക് 4 8 എണ്ണം കിട്ടി. പിന്നെ 20നും 30നും ഇടയ്ക്കുള്ള അഭാജ്യസംഖ്യകളിൽ 25 വരെ അഭാജ്യസംഖ്യ ഒരെണ്ണേ ഉള്ളൂ. ഏതാണ്? 23 മാത്രം. അപ്പം 4 4 8 1 9 എന്ന് പറഞ്ഞാണെങ്കിൽ എളുപ്പം വേണമെങ്കിൽ എത്താം കേട്ടോ. ഇതൊക്കെ കോഡുകളാണ്, ഓർത്തിരിക്കണം. എന്താണ്? DD BBCയെ കാണാൻ പോയപ്പോൾ എന്നാ സംഭവിച്ചു? BBC BAക്ക് പഠിക്കുവാൻ വേണ്ടി പോയി എന്നാണ് നമ്മുടെ കോഡ് വരുന്നത്. സോ അങ്ങനെ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം കേട്ടോ. ഒരു വട്ടം ചോദിച്ചു ഇങ്ങനെയായിരുന്നു, 1 മുതൽ 50 വരെയുള്ള അഭാജ്യസംഖ്യ എത്ര അഭാജ്യസംഖ്യകളുണ്ടെന്ന്. അപ്പോൾ എന്ത് ചെയ്താൽ ഇങ്ങനെ ഉണ്ടോ? 4 + 4 + 2 + 2 + 3 കൂട്ടിയാൽ 4 4 8 2 10 2 12 3 15 നമ്പറാണ്. 15 അഭാജ്യസംഖ്യകളാണ് 1 മുതൽ 50 വരെയുള്ള സംഖ്യകൾക്കകത്ത് ഉള്ളത് കേട്ടോ. അങ്ങനെ എളുപ്പം വേണമെങ്കിൽ കണ്ടുപിടിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി, ഒരു TV കമ്പനിയുടെ ഒരു TV കമ്പനി ഒരു പ്രത്യേക ഇനം TVയുടെ വില വർഷം തോറും 5% വീതം കുറയ്ക്കുന്നു. TVയുടെ ഇപ്പോഴത്തെ വില 8000 രൂപയാണെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ TVയുടെ വില എന്തായിരിക്കും? നമ്മളിത് ചെയ്യിപ്പിച്ചതല്ലേ, നമ്മൾ സ്കൂൾ ടെക്സ്റ്റിലുള്ള അതേ ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റ്യനാണ് ഈ വന്നത്. എന്താണ്? ഒരു TV ഉണ്ട്, ആ TV ഒരു പ്രത്യേക ഇനം TVയുടെ വില ഒരു TV കമ്പനിയുണ്ട്. ആ TV കമ്പനി ഒരു പ്രത്യേക ഇനം TV കമ്പനിയുടെ വില എല്ലാ വർഷവും 5% വീതം കുറയ്ക്കും. അങ്ങനെയാണെങ്കിൽ TVയുടെ ഇപ്പോഴത്തെ വില 8000 രൂപയാണെങ്കിൽ 2 വർഷം കഴിയുമ്പോഴുള്ള വില എത്രയായിരിക്കും ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം എന്താണ്, ഓരോന്നിനും 5% അല്ലെങ്കിൽ ഓരോ വർഷവും 5% കുറയ്ക്കാന്ന് പറഞ്ഞല്ലേ. അപ്പോൾ നമുക്കറിയാം ശതമാനം എന്ന് പറഞ്ഞാൽ എത്രയിലാണ് പറയുന്നത്? 100ലാണ് പറയുന്നത് അല്ലേ. അപ്പോൾ ഓരോ വർഷവും 100ൽ എത്ര ശതമാനം മാറുന്നുണ്ട്? 5% മാറുന്നുണ്ട്. അതായത് 8000 ഇപ്പോഴത്തെ വില. അപ്പോൾ ഓരോ വർഷവും 100ൽ നിന്ന് 5% കുറച്ചാൽ എത്ര വരും? 100 - 5 / 100 ചെയ്യണം അല്ലേ, ആദ്യത്തെ വർഷത്തെ. അപ്പോൾ 100 - 5 എത്രയാണ്? 95/100 ആണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം. എന്താണ്? 8000 × 95/100 അല്ലേ. ഓരോ വർഷവും എത്ര വെച്ച് ചെയ്യുന്നുണ്ട്? 100 വെച്ച്, അല്ലെങ്കിൽ 5% വീതം നമ്മുടെ TVയുടെ വില കുറയ്ക്കുന്നുണ്ട് കമ്പനി. അപ്പോൾ ആദ്യത്തെ വർഷത്തിൽ 8000 ഗുണം 100ൽ നിന്നും 5 കുറച്ചാൽ 95/100. രണ്ടാമത്തെ വർഷം എന്ത് ചെയ്യുന്നുണ്ട്? ഇതേ സംഭവം നടത്തുന്നുണ്ട്. വീണ്ടും നമുക്ക് 95/100 ചെയ്യാം. അപ്പോൾ ഓർത്തിരിക്കണം എന്താണ്? 8000 ഇപ്പോഴത്തെ TVയുടെ വില. ആദ്യത്തെ വർഷം 5% കുറയ്ക്കുമ്പോൾ 95/100 വരും. രണ്ടാമത്തെ വർഷം 5% കുറയ്ക്കുമ്പോഴും 95/100 വരും. ഇതിനെ മൊത്തം കാൽക്കുലേറ്റ് ചെയ്താൽ മതി, നമുക്ക് ഉത്തരവാകും. നോക്കി,
8000 ഇൻറ്റു ഇങ്ങനെ വരും 8000 ഗുണം 95 ഗുണം 95 ഡിവൈഡഡ് ബൈ 1000 എത്രയാണ് 10000 കിട്ടും അല്ലേ 10000 വരും. അപ്പോൾ എത്ര വരും? മുകളിൽ 2 0 താഴെ 2 0 വെട്ടിക്കളയാം. പിന്നെ എത്രയാണ് 95 ഗുണം 95 ഗുണം 80 വേണമെങ്കിൽ ഒരു 0 എടുക്കളയും അല്ലേ യെസ് അപ്പോൾ 8 ഗുണം 95 ഗുണം 95 ഡിവൈഡഡ് ബൈ 10 ചെയ്താൽ മതി ഉത്തരം കിട്ടും. ചെയ്ത് നോക്കൂ 95 ഇൻറ്റു 95 ഇൻറ്റു 8 ഡിവൈഡഡ് ബൈ 10 ചെയ്യണം. എത്ര കിട്ടും നോക്കി പറഞ്ഞു. 95 ഗുണം 95 ചെയ്യുക. അതിനെ എന്ത് ചെയ്യണം 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതിനെ 10 വെച്ച് ഹരിക്കണം. ഉത്തരവാകും. നോക്കി 95 ഗുണം 95 ചെയ്ത് നോക്കി 95 ഗുണം 95 എത്ര കിട്ടുന്നത് ചെയ്ത് നോക്കൂ. അതേ ഗുണം എന്ത് ചെയ്യണം ഓക്കെ 95 ഗുണം 95 ചെയ്യണം. നമുക്ക് ചെയ്യേണ്ടതാണ് 95 ഗുണം 95 ഗുണം 8 ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ നോക്കി 95 ഗുണം 95 ചെയ്താൽ 5 5 25 5 ഇഷ്ടം 2 9 5 45 2 47 9 5 45 ശിഷ്ടം 4 9 9 81 4 85 കൂട്ടുമ്പോൾ 5 7 5 12 2 ഇഷ്ടം 1 4 1 5 5 5 10 0 ശിഷ്ടം 1 8 1 9 9025 കിട്ടും. ഈ 9025 എന്ത് ചെയ്യണം നമുക്ക് 8 വെച്ച് ഗുണിക്കണം അല്ലേ. 9025 നമുക്ക് 8 വെച്ച് ഗുണിക്കണം. അപ്പോൾ 9025 ഗുണം 8 എത്ര വരും 8 5 40 0 ശിഷ്ടം 4 8 16 16 16 4 20 0 ശിഷ്ടം 2 8 ഒരു 8 ഗുണം 8 ഗുണം 0 ഇസിക്കൽ ടു 0 പിന്നെയുള്ളത് 2 2 അതേപടി എഴുതണം. ഇനിയും 9 7 9 ഗുണം 8 9 8 എത്രയാണ് 72 സോ 7220 കിട്ടും. എന്ത് ചെയ്യണം 7220 ഭാഗം 10 ചെയ്യണം അല്ലേ. ഭാഗം 10 ചെയ്യുമ്പം മുകളിൽ 0 താഴെ 0 പിന്നെ ആരേ ഉള്ളൂ 7 2 2 0 7220 രൂപയാണ് 2 വർഷം കഴിയുമ്പോഴുള്ള നമ്മുടെ ആരുടെ വില എന്ന് പറയുന്നത് ടി വിയുടെ വില. എന്ത് ഈ ഓപ്ഷനിലുള്ളത് 7 2 2 0 പറഞ്ഞു. പറഞ്ഞു തൊട്ടടുത്ത സംഖ്യ കൊണ്ട് വിളിക്കുക 9 ഗുണം 10 90 അപ്പൊ 90 25 ആയിരിക്കും 95 സ്ക്വയർ. ഉദാഹരണം ഇപ്പൊ 25 സ്ക്വയർ വെച്ച് 5 സ്ക്വയർ 25 2 തൊട്ടടുത്ത സംഖ്യ കൊണ്ട് വിളിക്കുക 2 ഗുണം 3 625 35 വെച്ച് 5 സ്ക്വയർ 25 3 ഗുണം 4 1225 ഒരു എളുപ്പമാർഗം കണ്ടപ്പോൾ പറഞ്ഞു. യെസ് വെരി ഗുഡ് കേട്ടോ. അതൊരു നല്ല മാർഗ്ഗമാണ്. അങ്ങനെ ചെയ്യാം കേട്ടോ. അതായത് ഇപ്പോൾ 95 ഗുണം 95 നമുക്ക് ചെയ്യേണ്ടത്. 95 ഗുണം 95 ചെയ്യേണ്ടത് നമുക്കറിയാം 5 അവസാനം വരേണ്ട 25 പിന്നെ നമുക്ക് അടുത്ത വാല്യൂ ആയിട്ടുള്ള നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് 95 ഗുണം 95 ചെയ്താൽ നമുക്ക് 9ൻ്റെ അടുത്ത വാല്യൂ എത്രയാണ് വരുന്നത് 5 ഗുണം 5 നമുക്ക് 25 കിട്ടും. പിന്നെ 9ൻ്റെ അടുത്ത വാല്യൂ എത്രയാണ് നമുക്ക് ചെയ്യുമ്പോൾ 9 ഗുണം 10 അല്ലേ. 9 ഗുണം 10 ചെയ്യുമ്പോൾ നമുക്ക് 90 കിട്ടും. അങ്ങനെ നമുക്ക് പെട്ടെന്ന് 90 25 വരാമെന്നാണ് നമ്മുടെ ജീവൻ പറയുന്നത്. അതായത് ഏത് സംഖ്യ എടുത്താലും നമുക്ക് അവസാനത്തെ സംഖ്യ 5 25 ചെയ്യാം. പിന്നെ ആ എടുത്ത സംഖ്യയും അതിൻ്റെ തൊട്ടടുത്ത സംഖ്യയും തമ്മിൽ ഗുണിച്ച് നമുക്ക് ഫ്രണ്ടിലുള്ള നമ്പറും എഴുതുവാന്നാണ് നമ്മുടെ ജിബിൻ പറഞ്ഞത്. മനസ്സിലായോ? അങ്ങനെ നമുക്ക് പെട്ടെന്ന് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അതിനുശേഷം 10 വെച്ച് കഴിച്ചാൽ നമുക്ക് ആൻസർ കിട്ടും 7220 കേട്ടോ. ഓക്കെ 5ൽ അവസാനിക്കുന്ന സംഖ്യയ്ക്ക് മാത്രമേ നടക്കത്തുള്ളൂ കേട്ടോ. 5ൽ അവസാനിക്കുന്ന സംഖ്യയ്ക്ക് മാത്രമേ ഇത് കണ്ടുപിടിക്കാൻ നടക്കത്തുള്ളൂ. വേറൊരു സംഖ്യയ്ക്കും പോയി ചെയ്യരുത് കേട്ടോ. ഓക്കെ ഓർത്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനേക്ക് അടുത്ത സംഖ്യ എന്തായിരിക്കും? 2 5 9 19 37 ഡാഷ് കണ്ടുപിടിച്ചായിരുന്നോ? അടുത്ത സംഖ്യ കണ്ടുപിടിച്ചായിരുന്നോ? അടുത്ത സംഖ്യ ഏതാന്ന്? 2 ഉണ്ട് 5 ഉണ്ട് 9 ഉണ്ട് 19 ഉണ്ട് 37 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത സംഖ്യ ഏതാണ് വരേണ്ടത്? എന്താണ് ആ നമ്പർ തമ്മിലുള്ള എന്താണ് കണക്ഷൻ എന്ന് ആലോചിച്ച് നോക്കി. എന്താ ഇവിടെ വന്നിരിക്കുന്നത്?
ഒന്ന് ആലോചിച്ച് നോക്കി ഉടനെ കിട്ടും. 2 ഉണ്ട്, അതിനുശേഷം ഒരു 5 ഉണ്ട്, അതിനുശേഷം ഒരു 9 ഉണ്ട്, അതിനുശേഷം ഒരു 19 ഉണ്ട്, അതിനുശേഷം ഒരു 37 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം എന്ന് ആദ്യം കണ്ടുപിടിക്കണം. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? എങ്ങനെ കണ്ടുപിടിക്കും? ആർക്കെങ്കിലും കിട്ടുന്നുണ്ടോ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഒരിക്കലും ചോദിക്കത്തില്ല. കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഒക്കെ കാണും ഇതിൻ്റെ അകത്ത്. എന്തെങ്കിലും കണക്ഷൻ കിട്ടുന്നുണ്ടോ ആർക്കെങ്കിലും? ഉണ്ടോ? ഉണ്ടോ? യെസ്, ഇല്ല. അങ്ങനെയാണ് ഇവിടെ നോക്കി നമ്മുടെ സീക്വൻസ് എത്രയാണ്? പറഞ്ഞോ, കിട്ടിയോ? അതാ പറഞ്ഞു, അത്രേ ഉള്ളൂ. അതായത് നമ്മൾ ചെയ്യാൻ പോവാണ്. 2 ആണ് ആദ്യ സംഖ്യ അല്ലേ? നമ്മുടെ സംഖ്യ ഇതാണ് 2, പിന്നെ എത്രയാണ് 5 അല്ലേ, 9, 19, പിന്നെ ഉള്ളത് 37 അല്ലേ? എന്നാൽ എന്തൊക്കെയാ അല്ലേ? 2, 5, 9, 19, 37. അടുത്ത സംഖ്യ ഏതാണ് വിളിക്കേണ്ടത്? നമ്മൾ ആദ്യത്തെ സംഖ്യ 2 എന്നെടുത്തോ. നോക്കിയേ, ഇതിൻ്റെ ഇരട്ടി എടുക്കണം. 2 ഗുണം 2 പ്ലസ് 1 എത്ര കിട്ടും? നമുക്ക് 5 കിട്ടും. അപ്പോൾ അടുത്ത 5 എടുക്കണം, 5ൻ്റെ ഇരട്ടി എടുക്കണം. 5 ഗുണം 2 1 കുറയ്ക്കണം, എത്ര കിട്ടും? 9 കിട്ടും. അടുത്തത് 9 എടുത്തു, അതിൻ്റെ ഇരട്ടി എടുക്കണം, പ്ലസ് 1 ചെയ്യണം. കണ്ടോ? 1 പ്ലസ് 1, അടുത്തത് -1. 9 2 18 1 19 അടുത്ത് കിട്ടും. അടുത്ത് നമ്മൾ 19 എടുത്തു, 2 കൊണ്ട് ഗുണിക്കണം, -1 ചെയ്യണം. അപ്പോൾ 19 2 38 ന്ന് 1 പോയാൽ 37 കിട്ടും. അപ്പോൾ അടുത്ത നമ്പർ വിളിക്കാൻ എടുക്കണം, 37 ഗുണം 2 പ്ലസ് 1 ചെയ്യണം. 37 ഗുണം 2 എന്ന് പറയുമ്പോൾ എത്രയാണ്? 30 30 60, 7 7 14. സോ 60 10 70 2 74. 74 1 കൂട്ടിയാൽ 75 കിട്ടും. അപ്പോൾ അടുത്ത നമ്പർ ഏതായിരിക്കും? 7 5 75. ഓപ്ഷനിൽ 75 ഉണ്ടെങ്കിൽ കറപ്പിച്ചിട്ട് പോകാം. കണ്ടോ? കണ്ടുപിടിച്ചെന്താണ്? നമുക്ക് ചെയ്യാൻ എളുപ്പമാണ്. എന്താണ്? ഇരട്ടി കണ്ടുപിടിക്കുക, ആദ്യത്തെ നമ്പറിൽ 1 കൂട്ടുക, രണ്ടാമത്തെ നമ്പർ വരുമ്പോൾ 1 കുറയ്ക്കുക. അതാണ് സീക്വൻസിൻ്റെ രീതി. കണ്ടോ? കിട്ടുന്ന നമ്പറിൻ്റെ ഇരട്ടി കണ്ടുപിടിക്കുക, 1 കൂട്ടുക, 1 കുറയ്ക്കുക, 1 കൂട്ടുക, 1 കുറയ്ക്കുക മാത്രമാണ് നമ്മൾ ചെയ്ത് പോയിരിക്കുന്നത്. കിട്ടിയോ? ഓക്കെ അല്ലേ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ 1.44ൻ്റെ വർഗ്ഗമൂലം എത്രയാണ്? നമുക്കറിയാം 12ൻ്റെ വർഗ്ഗമൂലം എത്രയാണ്? 12ൻ്റെ വർഗ്ഗമൂലം നമ്മൾ പഠിച്ചോ? 1 തൊട്ട് 15 വരെയൊക്കെ പഠിക്കണമെന്ന് പറഞ്ഞല്ലേ? 12ൻ്റെ വർഗ്ഗമൂലം എത്രയാണ്? 12ൻ്റെ വർഗ്ഗമൂലം എന്ന് പറയുമ്പോൾ എത്ര വരും? 12ൻ്റെ വർഗ്ഗമൂലം എത്രയാണ്? പറഞ്ഞോ, എത്രയാണ് 12ൻ്റെ വർഗ്ഗമൂലം? അല്ലെങ്കിൽ 12ൻ്റെ സ്ക്വയർ എത്രയാണ്? 144 അല്ലേ? 144. ഓക്കെ. അങ്ങനെയാണെങ്കിൽ 1.44 നോക്കി, അതിനല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ 1.44ൻ്റെ വർഗ്ഗമൂലം എന്ന് വെച്ചാൽ എന്തെടുക്കണം? നമുക്കറിയാം സംഖ്യയിൽ എത്ര ദശാംശസ്ഥാനം ഉണ്ടോ നോക്കണം. എത്ര ഉണ്ട്? 1 2 അല്ലേ? അതിന് നേരെ പകുതി എടുക്കുക. അതിന് നേരെ പകുതി വെച്ചാൽ 1.2. അപ്പം ഓർത്തിരിക്കണം, സംഖ്യയിൽ എത്ര ദശാംശ സ്ഥാനമുണ്ടോ അതിൻ്റെ പകുതിയായിരിക്കും സംഖ്യയുടെ വർഗ്ഗമൂലത്തിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ 1.44ൻ്റെ വർഗ്ഗമൂലം എന്ന് വെച്ചാൽ ഇവിടെ 2 സ്ഥാനങ്ങളാണ് ഡെസിമൽ പ്ലേസ് ഉള്ളത്, അല്ലെങ്കിൽ നമ്മുടെ ദശാംശ സ്ഥാനമുള്ളത്. അതിൻ്റെ പകുതി വെച്ചാൽ 2ൻ്റെ പകുതി 1. അപ്പം 1.2, കാരണം 12ൻ്റെ അല്ലേ? സോ അതിൻ്റെ നടുക്കൊരു കുത്തു കൊടുക്കുക, 1.2 എടുക്കുക. അവിടെ അപ്ലൈ ചെയ്യേണ്ട റൂൾ എന്താണ്? സംഖ്യയിൽ എഴുതി വെച്ചോ. സംഖ്യയിൽ എത്ര ദശാംശ സ്ഥാനമുണ്ടോ എഴുതിത്തരാം കേട്ടോ. സംഖ്യയിൽ എത്ര ദശാംശ സ്ഥാനമുണ്ടോ, സംഖ്യയിൽ എത്ര ദശാംശ സ്ഥാനമുണ്ടോ അതിൻ്റെ പകുതിയായിരിക്കും സംഖ്യയുടെ വർഗ്ഗമൂലത്തിലുണ്ടായിരിക്കുക. സംഖ്യയുടെ മൂലത്തിലുണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് തന്ന നമ്പർ എത്രയാണ്? √1.44 കണ്ടുപിടിക്കണം അല്ലേ? എത്ര ദശാംശ സ്ഥാനമുണ്ട്? 2. അതിൻ്റെ നേരെ പകുതി വെച്ചാൽ 2ൻ്റെ പകുതി 1. സോ 144ൻ്റെ എന്താണ്? 144 എന്ന് പറയുന്നത് 12ൻ്റെ സ്ക്വയർ ആണ്. സോ 12 എഴുതുക, ഒരു സ്ഥാനം മാറ്റി കുത്തിടുക, 1.2 ഉത്തരവായി. ഓക്കെ.
കിട്ടിയോ? ഓക്കെ അല്ലേ? സിമ്പിളായിട്ടുള്ള റൂളുകൾ കേട്ടോ, വലുതായിട്ടൊന്നും ചോദിച്ചിട്ടില്ല ഇതിനകത്ത്. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അടുത്ത് നോക്കി, 125 മീറ്റർ നീളമുള്ള അടുത്ത ഈസി ക്വസ്റ്റ്യൻ നോക്കി. 125 മീറ്റർ നീളമുള്ള തീവണ്ടി 90 കിലോമീറ്റർ മണിക്കൂർ വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഈ തീവണ്ടി 275 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകാൻ എത്ര സമയമെടുക്കും? നമുക്കറിയാം, നമുക്ക് ഒരു തീവണ്ടിയുണ്ട്. ആ തീവണ്ടി 125 മീറ്റർ ഉണ്ട്. ആ തീവണ്ടിയുടെ ആകെ നീളം. ആ തീവണ്ടി 90 കിലോമീറ്റർ പെർ ഹവറിലാണ് സഞ്ചരിക്കുന്നത്. ആ തീവണ്ടി 275 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകണമെങ്കിൽ എത്രമാത്രം സമയമെടുക്കും, അല്ലെങ്കിൽ ടൈമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാൻ സാധിക്കും, നമ്മുടെ തീവണ്ടിയുടെ നീളം എത്രയാണ്? 125 ഇല്ലേ? പാലത്തിൻ്റെ നീളം എത്രയാണ്? 275. ഇവയെ തമ്മിൽ ആദ്യം കൂട്ടണം. കാരണം എന്താണ്? ഒരു തീവണ്ടി പാലത്തിലൂടെ മറികടക്കുമ്പോൾ തീവണ്ടി സഞ്ചരിക്കേണ്ട ആകെ ദൂരം എന്താണ്? തീവണ്ടിയുടെ ദൂരവും അതേപോലെ തന്നെ പാലത്തിൻ്റെ നീളവും തമ്മിൽ കൂട്ടണം. നമുക്ക് എത്ര കിട്ടും? 125ഉം 225ഉം കൂട്ടിയാൽ 200, 100, 300, 75ഉം 25ഉം 100. അപ്പം നമുക്ക് 400 കിട്ടും അല്ലേ? അപ്പോൾ ആകെ ദൂരം എന്ന് പറയുന്നത് 400 മീറ്ററാണ് നമ്മുടെ തീവണ്ടിക്ക് സഞ്ചരിക്കേണ്ടത്. ഒന്നുകൂടി പറഞ്ഞുതരാം. എന്താണ്? 125 മീറ്ററാണ് തീവണ്ടിയുടെ നീളം. ഈ തീവണ്ടിയുടെ നീളം എത്രയാണ്? ഈ തീവണ്ടി 225 മീറ്റർ നീളമുള്ളൊരു പാലമാണ് കിടക്കേണ്ടത്. അപ്പോൾ തീവണ്ടി ആകെ സഞ്ചരിക്കേണ്ട ദൂരം, അല്ലെങ്കിൽ തീവണ്ടി പാലത്തിനെ മറികടക്കുമ്പോൾ തീവണ്ടി സഞ്ചരിക്കേണ്ട ദൂരം കണ്ടുപിടിക്കാൻ തീവണ്ടിയുടെ നീളവും പാലത്തിൻ്റെ നീളവും തമ്മിൽ കൂട്ടണം. തീവണ്ടിയുടെ നീളം 125, പാലത്തിൻ്റെ നീളം 275. അപ്പം 125ഉം 225ഉം കൂട്ടിയാൽ 400 നമുക്ക് കിട്ടും. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം, ഇതിൻ്റെ വേഗത അല്ലെങ്കിൽ സ്പീഡ് എത്രയാണ്? വേഗത ഈസിക്കൽ ടു തന്നിട്ടുണ്ട്. എത്രയാണ്? 90 കിലോമീറ്റർ പെർ ഹവറാണ്. നമുക്ക് വേണ്ടത് എങ്ങനെയാണ്? ഇവിടെ എത്തുണ്ടോ? സെക്കൻഡിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ കിലോമീറ്റർ പെർ ഹവറിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം. 90 കിലോമീറ്റർ പെർ ഹവറിനെ എങ്ങനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യും? കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്നാ എടുക്കണം? പഠിപ്പിച്ചതാ. എന്നാ എടുക്കണം? മീറ്റർ പെർ ഹവറിനെ നമ്മുടെ കിലോമീറ്റർ പെർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 5/18 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ നോക്കിയേ, ഈസിക്കൽ ടു 90 ഗുണം 5/18. കാരണം നമ്മുടെ ഉത്തരവെല്ലാം കിടക്കുന്ന സെക്കൻഡിലാണ്. അതുകൊണ്ട് തന്നെ കിലോമീറ്റർ ഹവറിനെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുവരണം, മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ എന്നാ വരും? 90 ഗുണം കിലോമീറ്റർ ഹവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൊണ്ടുവരാൻ നമുക്ക് 5/18 കൊണ്ട് ഗുണിക്കണം, 5/18 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 90 ഗുണം 5/18 എത്രയാണ്? 9×5 45. സോ 450/18 വരും. എത്രയാണ് 450/18? ഒരു കൃത്യം വാല്യൂ കിട്ടും. 450/18 ചെയ്യണം അല്ലേ? 450/18 കിട്ടിയ ആർക്കെങ്കിലും? 450/18 2 വട്ടം അടങ്ങിയാൽ എത്രയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ? 2 വട്ടം അടങ്ങിയാൽ 8 8 16 36 വരും. 8ൽ നിന്ന് 6 പോയാൽ 2, 4ൽ നിന്ന് 3 പോയാൽ 1 അല്ലേ? 0 ഇറക്കി എഴുതണം. 120-ൻ്റെ എത്ര വട്ടം 18 ഉണ്ടെന്ന് നോക്കണം അല്ലേ? ഇപ്പോൾ നോക്കി, 18 ഗുണം 5 നോക്കിയാൽ 8 5 40 0 ഇഷ്ടം 4, 1 5 5 4 9 അല്ലേ? എത്ര കിട്ടും നമുക്ക്? 90 കിട്ടും. 90ൻ്റെ കൂട്ടത്തിൽ നമുക്ക് 25 വരേണ്ടത്. 480 495 480 അല്ല, 450 കേട്ടോ. 480 അല്ല, ഉണ്ട് 450 കേട്ടോ. ഞാൻ എഴുതിൻ്റെ അകത്ത് തെറ്റാണ്. 450/18 കേട്ടോ. 450/18. ഓക്കെ, 450/18. സോ 450/18 ചെയ്ത് നോക്കണം. 45-ൻ്റെ 2 വട്ടം അടങ്ങിയാൽ 36. 18 18 36 കിട്ടും. ഇനിയും 5ൽ നിന്ന് 6 പോകത്തില്ല, കടമെടുക്കണം. 15ൽ നിന്നും 6 പോയാൽ എത്ര കിട്ടും? 6 4 15 15 9 കിട്ടും. 0 ഇറക്കി എഴുതണം. ഇനിയും 90-ൽ എത്ര വട്ടം 18 ഉണ്ട്? 5 വട്ടം 18. സോ 25 ഇല്ലേ? അപ്പോൾ നമ്മുടെ ഇതിൻ്റെ സ്പീഡ് എത്രയാണ്? 25 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് ടൈം കണ്ടുപിടിക്കണം അല്ലേ? അപ്പം സമയം ഈസിക്കൽ ടു എന്താണ് നമുക്ക് വേണ്ടത്? ദൂരം ബൈ വേഗത അല്ലേ? സമയം ഈസിക്കൽ ടു ദൂരം ബൈ വേഗത.
ദൂരം എത്ര ഇവിടെ ആകെ ഉള്ളത് 400 വേഗത എത്രയാണ് 25 ഇല്ലേ 400/25 100ൻ്റെ അകത്ത് 4 വട്ടം 25 ഉണ്ട് അപ്പോൾ 200ൻ്റെ അകത്ത് 8 വട്ടമാവും 300ൻ്റെ അകത്ത് 12 വട്ടമാവും 400ൻ്റെ അകത്ത് 16 വട്ടമാവും സോ 16 സെക്കൻഡ് എടുക്കും ഈ ട്രെയിൻ കടന്നു പോകുവാൻ കിട്ടിയോ വളരെ ഈസി അല്ലേ എന്താ ചെയ്തത് നമുക്കറിയാം 125 കിലോമീറ്റർ വേഗതയിൽ ഒരു തീവണ്ടി 125 മീറ്റർ നീളമുള്ള ഒരു തീവണ്ടി 90 കിലോമീറ്റർ പെർ മണിക്കൂറിൽ സഞ്ചരിക്കുന്നു ആ തീവണ്ടി 275 മീറ്റർ നീളമുള്ള ഒരു പാലം കടന്നു പോകാൻ എത്ര സമയം എടുക്കുമെന്ന് ചോദിച്ചത് അപ്പോൾ എന്ത് ചെയ്യണം തീവണ്ടി ആകെ സഞ്ചരിക്കേണ്ട ദൂരം കണ്ടുപിടിക്കാൻ തീവണ്ടിയുടെ നീളവും പാലത്തിൻ്റെ നീളവും തമ്മിൽ കൂട്ടണം അപ്പോൾ തീവണ്ടിയുടെ നീളം 125 പാലത്തിൻ്റെ നീളം 275 ആകെ നീളം 400 എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം തീവണ്ടിയുടെ ദൂരം തീവണ്ടി സഞ്ചരിക്കുന്ന വേഗത എന്ന് പറയുന്നത് 90 കിലോമീറ്റർ പെർ മണിക്കൂറിലാണ് ഓപ്ഷൻ നോക്കിയാൽ എല്ലാം സെക്കൻഡിലാണ് അതുകൊണ്ട് തന്നെ കിലോമീറ്റർ പെർ അവറിനെ എങ്ങോട്ട് കൺവേർട്ട് ചെയ്യണം മീറ്റർ പെർ സെക്കൻഡിലോട്ട് കൺവേർട്ട് ചെയ്യണം അപ്പം 90 ഇൻറ്റു കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാനായിട്ട് 5/18 കൊണ്ട് ഗുണിക്കണം സോ 90 ഗുണം 5/18 ചെയ്യുമ്പോൾ നമുക്ക് 25 മീറ്റർ പെർ സെക്കൻഡ് കിട്ടും എന്നിട്ട് വേണം നമ്മുടെ സമയം ഈസിക്കൽ ടു ദൂരം ബൈ വേഗത വേഗത ഇക്വേഷൻ എന്താണ് ദൂരം ബൈ സമയമാണ് അപ്പം തിരിച്ചിട്ടാൽ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ സമയം ഈസിക്കൽ ടു ദൂരം ബൈ വേഗതയാണ് ആകെ ദൂരം 400 വേഗത ഇപ്പോൾ കണ്ടുപിടിച്ച 25 400 25 16 വട്ടം സോ 16 സെക്കൻഡ് എടുക്കും നമ്മുടെ ഈ ട്രെയിൻ ഈ പാലം കടന്നു പോകുവാൻ കിട്ടിയോ ഓക്കെ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ 5 ക്വസ്റ്റ്യൻ കൂടി ഉണ്ട് നോക്കിയേ സമയം 8:15 ആകുമ്പോഴുള്ള മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും ഇടയിലുള്ള കോണളവ് എത്ര എളുപ്പവഴിയുണ്ട് അല്ലാതുള്ള വഴിയുണ്ട് എങ്ങനെ വേണേൽ കണ്ടുപിടിക്കാം നോക്കിയേ സമയം 8:15 തന്നിരിക്കുന്നത് ആ 8:15 ആകുമ്പോൾ നമ്മുടെ മിനിറ്റ് സൂചിയും അതുപോലെ തന്നെ മണിക്കൂർ സൂചിയും തമ്മിലുള്ള കോണളവ് എത്ര പഠിപ്പിച്ചതാണ് എന്തിൽ നിന്നോ പെട്ടെന്ന് കുറച്ചാൽ കിട്ടും അല്ല എന്നുണ്ടെങ്കിൽ വരച്ച് നോക്കിയാണെങ്കിലും കണ്ടുപിടിക്കാം ഓരോ 5 മിനിറ്റിനും ഇടയിലുള്ള കോണളവ് എത്രയാണ് വരുന്നത് പഠിപ്പിച്ച ഓർമ്മയുണ്ടോ ഒരു 5 മിനിറ്റ് ഇടയിലുള്ള കോണളവ് എത്രയാ ഒരു 5 മിനിറ്റ് ഇടയിലുള്ള കോണളവ് വരച്ച് നോക്കി കണ്ടുപിടിക്കണം മറ്റേ രീതി കണ്ടുപിടിക്കണം നമുക്ക് വരച്ച് നോക്കിയാൽ കാണാം ഓക്കെ സമയം 8:15 വേണ്ടതല്ലേ 8:15 ആകുമ്പോഴുള്ള മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണളവ് നോക്കി 8:15 ക്ലോക്ക് വരച്ച് ഇത് നമ്മുടെ ക്ലോക്കാണ് ഇവിടെ നമുക്ക് 12 ഉണ്ട് ഇവിടെ നമുക്ക് 6 ഉണ്ട് ഇവിടെ നമുക്ക് 3 ഉണ്ട് ഇവിടെ നമുക്ക് 9 ഉണ്ട് ഇവിടെ 1 വരും 2 വരും 4 വരും 5 വരും 7 വരും 8 വരും 10 വരും 11 വരും സമയം തന്നിരിക്കുന്നത് 8:15 സോ 8ൻ്റെ സൂചി ചെറിയ സൂചി ഇവിടെയും വലിയ സൂചി 3 നിൽക്കും അല്ലേ ഇതിൻ്റെ ഇടയിലെ കോണളവാണ് കണ്ടുപിടിക്കേണ്ടത് എളുപ്പമാണ് എന്തായിരിക്കേണ്ടത് 8:15 ഇടയിലുള്ള കോണളവ് വേണ്ടത് നോക്കിയേ ഓരോ 5 മിനിറ്റിനും ഇടയിലുള്ള കോണളവ് എത്രയാണ് വരേണ്ടത് ഓരോ 5 മിനിറ്റിനും ഇടയിലുള്ള കോണളവ് എത്രയാണ് മറന്നുപോയോ ഓരോ 5 മിനിറ്റിനും ഇടയിലുള്ള ക്ലോക്കിലെ കോണളവ് എത്ര ഡിഗ്രിയാണ് ഓരോ 5 മിനിറ്റിനും ഇടയിലുള്ള ക്ലോക്കിലെ കോണളവ് എത്ര ഡിഗ്രിയാണ് 30 ഡിഗ്രി സോ ഇവിടെ 30 ഡിഗ്രി ഇവിടെ ഒരു 30 ഡിഗ്രി ഇവിടെ ഒരു 30 ഡിഗ്രി ഇവിടെയും ഒരു 30 ഡിഗ്രി ഇവിടെയും ഒരു 30 ഡിഗ്രി ആകെ മൊത്തം എത്ര 30 കൂട്ടി 3 6 9 12 15 150 അങ്ങനെ തന്നെ കിട്ടി ഇനി നോക്കി 8:15 സൂചി മുന്നോട്ടാണോ ചലിക്കുന്നത് 12ലോട്ടാണോ എടുക്കുന്നത് അതോ തിരിഞ്ഞാണോ കറങ്ങുന്നത് സൂചി 12ലോട്ടാണ് പോകുന്നത് സോ 15ൻ്റെ പകുതി എടുക്കണം 15ൻ്റെ പകുതി എത്രയാണ് 7.5 അത് ഇതിൻ്റെ കൂടെ കൂട്ടണം 150 7 157.5 ഡിഗ്രിയാണ് നമ്മുടെ ക്ലോക്കിൻ്റെ കോണളവ് എന്ന് പറയുന്നത് കിട്ടിയോ പഠിപ്പിച്ച ഓർമ്മയുണ്ടോ മറന്നുപോയോ എല്ലാം ചെയ്ത് പഠിക്കണം കേട്ടോ 157.5 ഡിഗ്രിയാണ് നമ്മുടെ കോണളവ് എന്ന് പറയുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഇക്വേഷൻ ഇട്ട് കണ്ടുപിടിക്കാം എന്തായിരുന്നു ഇക്വേഷൻ 30h മൈനസ് അല്ലേ എച്ച് എന്നത് മണിക്കൂറിനെയും എച്ച് എന്നത് മണിക്കൂറിനെയും എം എന്നത് മിനിറ്റിനെയും സൂചിപ്പിച്ചാൽ മിനിറ്റിനെയും സൂചിപ്പിച്ചാൽ നമുക്ക് എഴുതാൻ സാധിക്കും അവ തമ്മിലുണ്ടാക്കുന്ന കോണളവ് എന്താണ് 30h മൈനസ് 11/2 എം
അല്ലേ? 30H മൈനസ് 11/2m. എച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ഹവർ എത്രയാണ്? 8 സോ 30 ഗുണം 8 മൈനസ് 11/2 ഇൻറ്റു എം എത്രയാണ്? എത്ര മിനിറ്റ് തന്നിരിക്കുന്നത്? 15. ഇത് ചെയ്തു നോക്കി, 3 8 24 സോ 240 മൈനസ് 11/2 ഗുണം 15 ചെയ്യണം. എത്രയാണ്? 11 ഭാഗം 15ൻ്റെ പകുതി വേണം കട്ട് ചെയ്യാം. എത്ര കിട്ടും? 7.5 കിട്ടും. ഇനി 11 ഗുണം 75 ചെയ്യുക, നടുക്കൊരു 0 കൊടുക്കുക. എത്ര വരും? 75 ഗുണം 11 ചെയ്യണം അല്ലേ? ഓരഞ്ച് 5 7 ഓരഞ്ച് 5 7 5 7 5 എത്രയാണ്? 12ൻ്റെ 2 ഇഷ്ടം 1 7 1 8 ഡെസിമൽ പോയിൻ്റ് 1 കൊടുത്താൽ 82.5 കിട്ടും. സോ 240 നിന്നും എത്ര കുറയ്ക്കണം? 82.5 കുറയ്ക്കണം. നമുക്ക് കിട്ടും 157.5. ഏത് വഴിയുടെ വേണം കണ്ടുപിടിക്കാം. കണ്ടുപിടിക്കുന്ന ഉത്തരം ശരിയായാൽ മതി കേട്ടോ. ഇത് എളുപ്പമുള്ള മെത്തേഡ്. എന്താണ്? 30H മൈനസ് 11/2m ഡയറക്റ്റ് ഇക്വേഷൻ എന്നത്. ഇത് നമ്മൾ വരച്ച് കണ്ടുപിടിക്കുന്നത് കേട്ടോ. വരച്ച് കണ്ടുപിടിക്കുന്നതായിരിക്കും കുറച്ചുകൂടി എളുപ്പം. ഒരു 5 മിനിറ്റിനിടയിലുള്ള ഗ്യാപ്പ് വ്യത്യാസം 30 ഡിഗ്രി എന്ന് ഓർത്തിരുന്നാൽ മതി. ആ ഒരു ക്വസ്റ്റ്യൻ എളുപ്പമാകും. കിട്ടിയോ? 2 മെത്തേഡുണ്ട്. 2 മെത്തേഡിൽ ഏത് മെത്തേഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഫോളോ അപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? കിട്ടിയോ? ഓക്കെ. ഡൗട്ടുകളുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇതിൻ്റെ ക്ലാസ് അയച്ചു തരാം കേട്ടോ. ഒരു ദിവസം തൊത്തിയിരുന്ന് എടുത്തതാണ്. ഈ ക്ലോക്കിലെ കോണളവ് കണ്ടുപിടിക്കേണ്ട 2 രീതിയിലൂടെ നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറയാം കേട്ടോ. ഇതിലെന്തോ ഒരു ഡൗട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതെനിക്ക് കൃത്യമായിട്ടൊരു ആൻസറിലേക്ക് നമ്മുടെ LCM എടുക്കാതെ ഏതെങ്കിലും മെത്തേഡിൽ കിട്ടുമോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് പറയാം കേട്ടോ. ഈ 54ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരുന്ന ഒരു ത്രികോണത്തിൻ്റെ വശത്തിൻ്റെ അളവുകളാകാവുന്നത് ഏത്? നമുക്കറിയാം ഒരു ത്രികോണം അതിൻ്റെ വശങ്ങൾ സാറ്റിസ്ഫൈ ആകണമെങ്കിൽ നമ്മൾ പഠിച്ചായിരുന്നില്ലേ, ഒരു ത്രികോണത്തിൻ്റെ ചെറിയ 2 വശങ്ങൾ തമ്മിൽ കൂട്ടുമ്പോൾ വലിയ വശത്തിനേക്കാളും കൂടുതലായിരിക്കണം. നമ്മൾ പഠിച്ച റൂളാണ് അല്ലേ? 2 വശങ്ങളുടെ തുക 3ാമത്തെ വശത്തിനേക്കാളും കൂടുതലായിരിക്കണം. അപ്പോൾ ഇവിടെ നിന്ന് കൂട്ടി നോക്കി. ആദ്യത്തെ ഓപ്ഷൻ ഇട്ട് കൂട്ടുവാണ്. 6 വട്ടം കൂട്ടിയാൽ എത്രയാണ്? 8 2 10 4 14. 14 എന്നുള്ളത് 13നേക്കാളും കൂടുതലാണ്. അടുത്തത് 8 13 എടുക്കുക. 8 13 എടുത്താൽ 13 7 20 1 21. 21 പറയുന്നത് 6നേക്കാളും കൂടുതലാണ്. സോ ആ സൈഡ് സാറ്റിസ്ഫൈ ചെയ്തു. അടുത്തത് 13 6 എടുക്കുക. 13 6 19 അതും നമ്മുടെ എന്താണ്? 8നേക്കാളും കൂടുതലാണ്. സോ ഓപ്ഷൻ എ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി ഓപ്ഷൻ ബിയും സിയും സാറ്റിസ്ഫൈ ചെയ്യുന്ന നോക്കിയാൽ ബിയും സിയും ഡിയും 3 4 എടുത്താൽ 7 7 എന്നുള്ളത് 8നേക്കാളും കൂടുതലാണോ? അല്ല. അതുകൊണ്ട് തന്നെ ഈ വശങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യത്തില്ല ഒരു ത്രികോണം വരയ്ക്കാൻ. അടുത്ത എന്താണ്? 5 4 9 അടുത്ത സൈഡ് 9 9 9നോട് തുല്യമാണ്. അതുകൊണ്ട് തന്നെ അതും സാറ്റിസ്ഫൈ ആകത്തില്ല. അടുത്ത് നോക്കുവാണെങ്കിൽ 7 4 കൂട്ടിയാൽ എത്ര കിട്ടും? 11 കിട്ടും. 11 14നേക്കാളും കൂടുതലല്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡിയും സാറ്റിസ്ഫൈ ചെയ്തില്ല. അപ്പോൾ ഓർത്തിരിക്കണം, ഒരു ത്രികോണം നമുക്ക് വരയ്ക്കണമെങ്കിൽ കേട്ടോ, എഴുതി വെച്ചോ. ഒരു ത്രികോണം വരയ്ക്കണമെങ്കിൽ റൂള് പഠിപ്പിച്ചതാണ്. ഒരു ത്രികോണം വരയ്ക്കണമെങ്കിൽ 2 വശങ്ങളുടെ തുക മൂന്നാമത്തെ വശത്തിനേക്കാൾ കൂടുതലായിരിക്കണം കേട്ടോ. കൂടുതലായിരിക്കണം. 2 വശങ്ങളുടെ തുക 3ാമത്തെ വശത്തിനേക്കാളും കൂടുതലായിരിക്കണം വരേണ്ടത്. അപ്പം വരുമ്പോൾ ഓപ്ഷൻ എ മാത്രമേ അത് സാറ്റിസ്ഫൈ ചെയ്യത്തുള്ളൂ എന്ന് ഓർത്തിരിക്കണം. ഓക്കെ. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ, അനു ഒരു അലമാര വാങ്ങിയപ്പോൾ 8% വിലക്കിഴിവ് കിട്ടി. 960 രൂപയാണ് കുറഞ്ഞത്. ആ അലമാരയുടെ പരസ്യ വില എത്രയാണ്? അതായത് അനു എന്ന് പറഞ്ഞ കുറിച്ച് ഒരു അലമാര വാങ്ങിക്കാൻ പോയപ്പോൾ അവർക്ക് 8% ഡിസ്കൗണ്ട് കിട്ടി. അപ്പോൾ ആകെ തുകയിൽ നിന്ന് 960 രൂപയാണ് കുറവ് ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ അലമാരയുടെ പരസ്യവില എത്രയായിരുന്നു അവർ പരസ്യ വിലയായിട്ട് ഇട്ടതെന്ന് കണ്ടുപിടിക്കണം. നമുക്കറിയാം 8% തന്നിരിക്കുന്നത്. എത്രയാണ്? 960 രൂപ എന്ന് തന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ നോക്കി 100% മാറ്റുമ്പോൾ എത്രയാകുമെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ എത്രയാണ്? 960 ഗുണം 100/8. വളരെ പെട്ടെന്ന് തീരും അല്ലേ?
960 ഗുണം 100/8. അത് എത്ര ശതമാനം 100-ലോട്ട് മാറ്റി എത്ര ശതമാനം ഉണ്ടെന്ന് നോക്കിയാൽ മതി. 8% അതിലുണ്ട് 960. അങ്ങനെയാണെങ്കിൽ 100-ൽ 100% എത്രയാണെന്ന് പിടിച്ചാൽ മതി, നമുക്ക് പരസ്യ വില കിട്ടും. അപ്പോൾ എത്ര പേര് കിട്ടും? 960 ഗുണം 100/8 എത്ര കിട്ടും? 96 എഴുതുക, 3 0 എഴുതുക അല്ലേ, 1 2 3 0 എഴുതുക, 8 കൊണ്ട് ഹരിക്കുക. 96-നകത്ത് എത്ര വട്ടം 8 ഉണ്ട്? 8 80, 16 അപ്പോൾ 12 വട്ടം 8 ഉണ്ട്. പിന്നെ ഇപ്പോൾ എത്ര 0 ഉണ്ട്? 3 0 അല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും 12,000 രൂപയാണ് അതിൻ്റെ പരസ്യവില. കണ്ടോ, ഡയറക്റ്റ് യൂസിനാണ് മിക്കതും. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ അനു എന്ന് പറഞ്ഞ കുറിച്ച് അലമാര വാങ്ങിക്കാൻ പോയപ്പോൾ അനുവിന് 8% വിലക്കിഴിവ് കിട്ടി. അപ്പോൾ ആകെ തുകയിൽ നിന്നും 960 രൂപ കുറവ് കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ പരസ്യവില, കമ്പനി ഇട്ട പരസ്യവില എത്രയാണെന്ന് വിളിക്കണം. പരസ്യവില എടുക്കണം. പരസ്യം വെച്ചാൽ 100-ൽ 100% എത്രയാണ് ചോദിച്ചിരിക്കുന്നത്. അവർ കൊടുത്ത ഒറിജിനൽ വില എത്ര വിളിക്കണം. ഒറിജിനൽ വില എത്രയാണ്? 100-ൽ 100 എന്ന് പറയും അല്ലേ. അപ്പം എന്തെടുക്കണം? 960 നമ്മുടെ പരസ്യവിലയായിട്ട് ഡിസ്കൗണ്ട് വന്നിരിക്കുന്നത് 8%. 960 ഗുണം 100/8 ചെയ്യണം. അപ്പോൾ 96,000 ഭാഗം 8 കിട്ടും. നമുക്ക് ആൻസർ കിട്ടും 12,000 രൂപ. സോ ആൻസർ വരേണ്ടത് എത്രയാണ്? 12,000 രൂപ. ഓക്കെ, 12,000 രൂപ ഓപ്ഷൻ ഡിയിലുണ്ട്. ഇനിയും ഒരു ഡിവിഷനിൽ 30 പേരുണ്ട്. അവരുടെ ശരാശരി മാർക്ക് 60. ബി ഡിവിഷനിൽ 45 പേരുണ്ട്. അവരുടെ ശരാശരി മാർക്ക് 90. പുതിയ ശരാശരി 2 ക്ലാസ്സും കൂടി ഒന്നിച്ചാൽ പുതിയ ശരാശരി എത്ര? നമ്മൾ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ആണ്. എന്താണ് നമുക്കറിയാം, എ ഡിവിഷനിൽ എത്ര കുട്ടികളുണ്ട്, അതുപോലെ തന്നെ ശരാശരി മാർക്ക് എത്രയാണ്? നമുക്ക് ഓരോന്നോരോന്ന് കണ്ടുപിടിക്കാം. എന്നിട്ട് 2 കൂട്ടിയാൽ പോരെ. എ ഡിവിഷനിൽ 30 കുട്ടികളുണ്ട്, ശരാശരി മാർക്ക് 60. സോ ശരാശരി കണ്ടുപിടിക്കാൻ എണ്ണത്തിനെ ആകെ മാർക്ക് കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 6 3 18 2 0 1800 കിട്ടും. അടുത്തത് ബി ഡിവിഷനിൽ 45 കുട്ടികളുണ്ട്, അവരുടെ ശരാശരി മാർക്ക് 90. സോ 90 ഗുണം 45 ചെയ്യണം, 45 ഗുണം 9 ചെയ്യണം. 9 5 45-ൻ്റെ 5 × 4, 9 4 36 4 40. 40 50 കിട്ടും അല്ലേ. 40 50 കിട്ടും. രണ്ടും തമ്മിൽ കൂട്ടണം അല്ലേ. ഇനി എന്ത് ചെയ്യണം? ആകെ കുട്ടികളുടെ എണ്ണം എത്രയാണ്? ആകെ കുട്ടികളുടെ എണ്ണം 30-ഉം 45-ഉം 75 അല്ലേ. 75 കുട്ടികൾക്ക് എത്രയുണ്ട്? എത്ര ശരാശരി മാർക്കുണ്ട്? 0 5 8 4 1 5 5850. സോ 75 ശരാശരി കണ്ടുപിടിക്കാൻ എടുക്കണം. ശരാശരി = 5850 ഭാഗം 75 ചെയ്ത് നോക്കുമ്പോൾ എത്ര കിട്ടും? 5850 ÷ 75 നോക്കണം. ചെയ്ത് നോക്കി എത്ര കിട്ടും നമുക്ക്? 5850 ഭാഗം 75 ചെയ്താൽ എത്ര വരും ആൻസർ? 75. ഓക്കെ, 75 ഗുണം 5 ചെയ്താൽ അല്ലേ. 5 5 25 5 ഇഷ്ടം 2 5 7 35 2 7 5 57 35. 75 ഭാഗം 5 ചെയ്യുവാണെങ്കിൽ 57 35 350 എടുത്തുള്ളൂ. 2 വലിയ കൂട്ടിയിട്ട് നോക്കാം അല്ലേ. 75 × 7 ചെയ്യാം അല്ലേ. 7 35 7 7 24 7 35 ഇഷ്ടം 3 7 49 3 51. ശരിയല്ലേ? 7 49 50 51 52. സോ 525 കിട്ടും. അപ്പോൾ 7 വട്ടം തുടങ്ങിയാൽ 525 ആണ്. പിന്നെ പോയിട്ട് 5 5 പോയ 0, 8 2 പോയാൽ 6, 5 5 പോയ 0 ആണ്. ഈ 0 ഇറക്കി എഴുതണം. 600-ൽ എത്ര വട്ടം 75 ഉണ്ട്? ഓക്കെ, 75 ഇത് 525 അല്ലേ. പ്ലസ് ഒന്നുകൂടി ചെയ്താൽ എത്ര കിട്ടും? 75 ചെയ്താൽ നമുക്ക് 600 കിട്ടും അല്ലേ. സോ 8 വട്ടം ചെയ്താൽ 600 കിട്ടും. അപ്പോൾ എത്രയാണ്? 78 ആൻസർ വരേണ്ടത്. 7 8 78 നമ്മുടെ ഇപ്പോഴുള്ള കുട്ടികളുടെ ശരാശരി മാർക്ക് എന്ന് പറയുന്നത്. ശരാശരി എങ്ങനെ എടുക്കണം? ആകെ എണ്ണത്തെ എന്ത് ചെയ്താൽ മതി? മൊത്തമുള്ള നമ്പർ കൊണ്ട്, ആകെ തുകേനെ മൊത്തമുള്ള നമ്പർ കൊണ്ട് ഹരിച്ചാൽ മതി. ഇവിടെ 2 എണ്ണം ഉണ്ട്. സോ ഇവിടുത്തെ 30 × 60 നമുക്ക് 1800 കിട്ടി. ഈ 1800 കിട്ടി. അടുത്ത ബി ഡിവിഷനിൽ 45 കുട്ടികളുണ്ട്, ശരാശരി മാർക്ക് 90. സോ 45 × 90 4050 കിട്ടി. 2 ക്ലാസ് കൂടി ഒരുമിപ്പിക്കണം. സോ 1800-ഉം 4050 കൂടി കൂട്ടുമ്പോൾ 5850 കിട്ടണം. അപ്പോൾ 2 ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം ഒരുമിപ്പിക്കണം. 30 കുട്ടികൾ എയിലും 45 കുട്ടികൾ ബിയിലും. 30 45 കുട്ടികൾ 75 കിട്ടും. അപ്പം ആകെ കിട്ടിയ ഇപ്പോൾ ശരാശരി ആകെ മാർക്ക് എന്ന് വെച്ചാൽ 5850-ഉം
ആകെ കുട്ടികൾ 75. 5850 ഭാഗം 75 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും 78. അപ്പോൾ ആൻസർ 78 കറക്റ്റ് ആൻസർ. ഇതൊക്കെ ക്ലാസ് ചെയ്യിപ്പിച്ച കേട്ടോ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, നോക്കിയിട്ട് വേണം പോകാൻ. എപ്പോഴും ഒരു ആളുടെ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കത്തുള്ളൂ. പരീക്ഷയ്ക്ക് മിക്കപ്പോഴും ഇങ്ങനെ 2 രീതിയിലൂടെ ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത് കേട്ടോ. അടുത്ത 1 കിലോമീറ്റർ എന്നത് എത്ര മൈലാണ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 1 കിലോമീറ്റർ എന്ന് വെച്ചാൽ 0.621 മൈലാണ് എന്ന് ഓർത്ത് വെക്കണം കേട്ടോ. അടുത്തത് വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി വീണ്ടും ചോദിച്ചൊരു ചോദ്യമാണ്. സ്കൂൾ കവാടത്തിൽ പച്ച, നീല, ചുവപ്പ് എന്നീ ബൾബുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. പച്ച ബൾബുകൾ 4 സെക്കൻഡ് ഇടവിട്ടും നീല 6 സെക്കൻഡ് ഇടവിട്ടും ചുവപ്പ് 9 സെക്കൻഡ് ഇടവിട്ടുമാണ് തെളിയുന്നത്. 3 ബൾബും ഒരുമിച്ച് പ്രകാശിക്കാൻ തുടങ്ങിയത് 8 മണിക്കാണ്. അങ്ങനെയാണെങ്കിൽ അവ വീണ്ടും എപ്പോൾ പ്രകാശിക്കും? എന്ത് ചെയ്താൽ മതി? സമയങ്ങളുടെ ലസാഗു കണ്ടുപിടിക്കണം. അപ്പോൾ എന്നാണ് 4, 6, 9 ഇല്ലേ? ലസാഗു കണ്ടുപിടിക്കുകയാണെങ്കിൽ 2 വെച്ച് ചെയ്ത് നോക്കുവാണെങ്കിൽ എന്നാ വരും? 4ൻ്റെ പകുതി 2, 6ൻ്റെ പകുതി 3, 9ൻ്റെ അകത്ത് പകുതി എടുക്കാനില്ല. സോ 9 എഴുതണം. ഇനി 3 എടുക്കാം. 3 അകത്ത് 2ൻ്റെ അകത്ത് അടങ്ങത്തില്ല. 3ൻ്റെ അകത്ത് 1 വട്ടം, 9ൻ്റെ അകത്ത് 3 വട്ടം. ഇനിയൊന്നും എടുക്കാൻ പറ്റത്തില്ല. സോ ഇവയെ തമ്മിൽ ഗുണിക്കണം. എത്രയാണ്? 2 ഗുണം 2 ഗുണം 3 ഗുണം 3 ഗണം ഇല്ലേ? 2 2 4, 4 ഗുണം 3 കഴിയുമ്പോൾ 4 3 12, 12 3 36 സെക്കൻഡ്. സോ 8 മണി കഴിഞ്ഞ് 36 സെക്കൻഡ് ആകുമ്പം അടുത്ത എന്ത് കത്തും? ബൾബ് പ്രകാശിക്കും. ഓപ്ഷൻ സി കണ്ടോ. 8 മണി കഴിഞ്ഞ് 36 സെക്കൻഡിൽ അടുത്ത ബൾബ് പ്രകാശിക്കും. എന്ത് ചെയ്താൽ മതി? ഓരോ ബൾബിൻ്റെയും LCM വെച്ച് കണ്ടുപിടിച്ചാൽ മതി. ഈസി ആയിട്ട് ഉത്തരം കിട്ടും ഇല്ലേ? LCM ചെയ്തപ്പോൾ നമ്മൾ ചെയ്ത ടെക്സ്റ്റ് ബുക്കിൽ അതേ കണക്ക് തന്നെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. സോ SCRT ടെക്സ്റ്റ് ബുക്കുകൾ നല്ല രീതിക്ക് ചെയ്ത് പഠിക്കണം. അടുത്ത ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആണ്. 0.2 ദി ഹോൾ ക്യൂബ് മൈനസ് 0.1 ദി ഹോൾ ക്യൂബ് ഡിവൈഡഡ് ബൈ 0.2 ഹോൾ സ്ക്വയർ പ്ലസ് 0.2 ഗുണം 0.1 പ്ലസ് 0.1 ദി ഹോൾ സ്ക്വയർ. എന്ത് ചെയ്യാം? നമുക്ക് എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറഞ്ഞ ഇക്വേഷൻ ഇട്ട് കൊടുക്കുക അല്ലേ? അപ്പോൾ ഇത് നോക്കിയേ, എയുടെ സ്ഥാനത്ത് 0.2 കൊടുക്കണം, ബിയുടെ സ്ഥാനത്ത് 0.1 കൊടുക്കണം. അപ്പോൾ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചതാണ്. എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. അങ്ങനെ വരുമ്പോൾ താഴത്തെ നമ്പർ മൊത്തത്തിൽ വെട്ടിപ്പോവും അല്ലേ? ഇത് നോക്കിയേ, എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ. അങ്ങനെ വരുമ്പോൾ താഴെയുള്ള മൊത്തം ആൾക്കാരും വെട്ടിപ്പോവും. അതായത് ഇവനെയുള്ള മൊത്തം പോവും. പിന്നെ പോയിട്ട് ആരെയുള്ളൂ? 0.2 നിന്നും 0.1 കുറയ്ക്കണം അല്ലേ? 0.2 നിന്ന് 0.1 കുറച്ചാൽ 0.1 ഉത്തരം കിട്ടും. നമുക്ക് ഓപ്ഷൻ ബി കിട്ടും. ഇത്രയേ ഉള്ളൂ. എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഇതിൽ പഠിപ്പിക്കാത്ത എന്തെങ്കിലും വന്നായിരുന്നോ? ക്ലാസ്സിൽ ചോദിക്കാത്ത എന്തെങ്കിലും വന്നോ? ഈ ഒരു ക്വസ്റ്റ്യൻ്റെ അകത്ത് ഞാൻ പറഞ്ഞില്ല, LCM ഉപയോഗിച്ച് ചെയ്യാതെ പറ്റുന്ന നമ്മൾ ഡയറക്റ്റ് ഇക്വേഷൻ ഇട്ട് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ ഉണ്ടെങ്കിൽ ഞാനിത് വൈകുന്നേരം പറയാം കേട്ടോ. LCM ഇട്ടുള്ള ഉത്തരം കിട്ടും. LCM ഇട്ടാൽ കുറച്ച് സ്റ്റെപ്പ് കൂടുതലെടുക്കും. ഓരോന്നിനെ 1/20, ഓരോന്നിനെ 1/24, ഓരോന്നിനെ 1/x എന്ന് പറഞ്ഞ് ചെയ്ത് നോക്കണം. അതിൽ എളുപ്പമാർഗ്ഗം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് വൈകിട്ട് നോക്കാം കേട്ടോ. സോ എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ മാത്സ് ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ മനസ്സിലാകത്തില്ല. പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും. അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് മാത്സ് ചെയ്ത് പഠിക്കുക കേട്ടോ. മാത്സ് നിങ്ങൾക്ക് സ്കോർ 15 മാർക്കിന് LPSCക്കാളും മറ്റേനാണെങ്കിൽ എത്രയാണ് 30 മാർക്കിനും ചോദിക്കും. 1നും 2നും എല്ലാം ചോദിക്കും. അതുകൊണ്ട് തന്നെ ചെയ്ത് പഠിച്ചില്ലെങ്കിൽ കിട്ടത്തില്ല. അതുപോലെ എന്താണ് ടഫസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇടുന്നത്. ട്രിക്കി ക്വസ്റ്റ്യൻസും ഉണ്ട്. 15-നകത്ത് തന്നെ ആണല്ലോ 12 മാർക്ക് ഇല്ലേ? വ്യക്തിയായിട്ട് പഠിച്ച ഒരാൾക്ക് വേണമെങ്കിൽ ചെയ്യാം. നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ചതാണ് അല്ലേ? മിക്ക ക്വസ്റ്റ്യനും ഇതിനകത്തുള്ള 90% ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സിൽ ചെയ്യിപ്പിച്ച് അതിൻ്റെ ആൻസർ പറഞ്ഞു പോയാൽ ഡയറക്റ്റ് ഉത്തരത്തിലേക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ് മൊത്തം. എങ്ങനെ കൺവേർട്ട് ചെയ്യണം, എങ്ങനെ പോകണം എന്നൊക്കെ പറഞ്ഞതാണ്. സോ ചെയ്ത് പഠിക്കുക കേട്ടോ. സംശയമുള്ളവരുണ്ടെങ്കിൽ ചോദിക്കുക, പേഴ്സണലായിട്ടാണെങ്കിലും ചോദിക്കുക, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ ചോദിക്കുക ഇത് എങ്ങനെയാണ് കിട്ടിയത്. എന്നിട്ടും ഡൗട്ട് ഉണ്ടെങ്കിൽ ആദ്യം സ്വയമേ ചെയ്ത് നോക്കുക. സ്വയമേ ചെയ്ത് തെറ്റുകൾ വരുത്തിയ ശേഷം ക്ലാസ്സിൽ കയറി നിങ്ങൾക്ക് കൂടുതൽ ഐഡിയ കിട്ടും കേട്ടോ. അതിനാണ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നേരത്തെ ഇട്ട് തരുന്നത്. അപ്പം ചെയ്ത് നോക്കുക, അതിന് ശേഷം ചെയ്ത് പഠിക്കുക കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് വൈകിട്ടത്തെ ക്ലാസ്സിൽ കാണാം. സയൻസ് ആയിരിക്കും വരുന്നത്. അടുത്ത സയൻസും സോഷ്യലും അല്ലേ ഉള്ളൂ. സയൻസുമായിട്ട് നമുക്ക് വൈകിട്ടത്തെ ക്ലാസ്സിൽ കാണാം കേട്ടോ. യെസ്, അപ്പോൾ താങ്ക് യു.